ഇന്ന് ഞാനേ ഒരു കുടയുടെ കഥ പറയാൻ വന്നതാണ്. എന്താ ഇപ്പോൾ ഈ കുടയ്ക്ക് ഇത്ര പ്രത്യേകത എന്നുള്ളത്? ഞാനിപ്പോൾ ഒരു മെഹ്റാസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ്. മർക്കസ് നോളജ് സിറ്റിയിലൊരു ഹോസ്പിറ്റലാണ്. അവിടെ കുറച്ച് കുടയും ഒരു ബോക്സും കണ്ടു. എൻ്റെ കൂടെ എന്നുള്ളത് ഇബുനുമാണ്. ഈ ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ ഡയറക്ടറാണ്, എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇതൊന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ കുട ഫ്രീ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് ആർക്കും ഉപയോഗിക്കാം? എങ്ങനെ ഇത് കരുതാൻ പങ്കുവെക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അതായത് ഈ മർക്കസ് നോളജ് സിറ്റിന്റെ ക്യാമ്പസിലുള്ള എല്ലാ പോയിന്റിലും നമ്മൾ ഇതേപോലത്തെ ഒരു ബോക്സും കുറച്ച് കുടകളും വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടുന്ന് പള്ളിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വന്ന ഒരു പേഷ്യന്റിന് ഇവിടുന്ന് പള്ളിയിലേക്ക് പോകണം, മഴ പെയ്യുന്നുണ്ട്, ആൾക്ക് സ്വന്തമായിട്ട് കുട ഇല്ലെങ്കിൽ ഈ കുടയായിട്ട് പള്ളിയിൽ പോവാം. അവിടെ ഇതേപോലെ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ ആ കുട നിക്ഷേപിക്കാം. എന്നിട്ട് അതേപോലെ എല്ലാ പോയിന്റിലും ഈ ബോക്സുകളുണ്ട്. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അടിപൊളി, അവർക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പള്ളി പോവാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. അല്ല, വെയിലുണ്ടെങ്കിലും ചൂടാലും മഴയത്ത് മാത്രമേ, വിദേശത്തൊക്കെ വെയിലുണ്ടെങ്കിൽ കുട കൂടി പോകും. നമ്മുടെ നാട്ടിൽ ദിവസവും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ വെയിലായിരിക്കും. പിന്നെ ഇതിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൊത്തത്തിൽ ഇത് നമ്മളെല്ലാവരും എൻ്റേത് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പൊ ഇത് നമ്മുടേതാണ്. ഈ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടേതാണ്. ഇത് ഈ ക്യാമ്പസിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടകൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് 50 കുടകൾ, ഇതിനൊരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല, ആരും ഇതിനെ നോക്കാനുമില്ല. ഈ കുടേന്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. ഈ കുടേന്റെ ഉത്തരവാദിത്തം 50 കുട ഉണ്ട്. അപ്പൊ ഞാനിത് എടുത്തിട്ട് എനിക്ക് ഈ പള്ളിയിൽ മാത്രമല്ല, ഏത് ക്യാമ്പസിൽ ഏത് ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ വെക്കുക. ഈ കുടേന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളോട് ആരും ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ കമ്മ്യൂണിറ്റീനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മൊത്തം എത്ര കുട വെച്ചിട്ടുണ്ട്? 50 കുട വെച്ചു. ഇപ്പൊ എത്ര ഉണ്ട് അവിടെ? 50 കുട ഇവിടെ തന്നെ. അൽഹംദുലില്ലാ. ആ ഒരു മെസ്സേജാണ് എൻ്റെ പ്രേക്ഷകരും ഞാൻ പങ്കുവെക്കുന്നത്. നമുക്ക് ഒരു തോന്നലുണ്ട് ഇവിടെ എല്ലാവരും കള്ളന്മാരാണ്, ഇവരൊക്കെ മോഷ്ടിച്ചു പോകുമെന്നൊക്കെ. വെറുതെ പറയാണ്. നമ്മൾ ഈ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നല്ല വിശ്വാസികളാണ്. പലയിടത്തും പല കച്ചവടം മലപ്പുറത്തൊക്കെ ഉണ്ട്. കപ്പയൊക്കെ ഇങ്ങനെ റോട്ടിലിട്ടിട്ട് ആൾക്കാർ കീസിലാക്കിയിട്ട് കൊണ്ടുപോകും, പൈസ അവിടെ ഇട്ട് കൊടുക്കും. 1 രൂപയ്ക്കുള്ള ഒരു കപ്പ പോലും ഇന്നൊരു ആരും മോട്ടിച്ചു പോയിട്ടില്ല. ഒരു നല്ലൊരു കോൺസെപ്റ്റ് അത്. ഇപ്പൊ ഇവിടെ മർക്കസ് നോളജ് സിറ്റിയിൽ നേരത്തെ ആയുർവേദം, യുനാനി ഒക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പൊ മോഡേൺ മെഡിസിനും ഉണ്ട്, അലോപ്പതി നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫംഗ്ഷനിങ് ആണ്. പീഡിയാട്രിക് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, 24 hours കാഷ്വാലിറ്റി ഉണ്ട്, ആംബുലൻസ്, എക്സ്റേ, ഫാർമസി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്യാമ്പ്, ഒരു ഫ്രീ ചെക്കപ്പ് ക്യാമ്പ് തുടങ്ങണം. അതിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് എന്റെ പ്രേക്ഷകരെ അറിയിക്കണം. അതേപോലെ മരുന്ന്, ചികിത്സ, മീൻസ് കൺസൾട്ടൻസി, ചികിത്സകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് എന്ന് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു. പ്രത്യേക കാര്യം എടുത്ത് പറയാനുള്ളത്, 50 രൂപയ്ക്കാണ് നമ്മളിവിടെ ഡോക്ടർ ഫീസ് ഉള്ളൂ. 50 രൂപ എല്ലാ ഡോക്ടർക്കും 50 രൂപ. ജനറൽ മെഡിസിൻ പ്രാക്ടീസ് 50 രൂപ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നു. ഏത് ആൾക്കാർക്കും സാധാരണക്കാരനും വന്ന് കാണിച്ച് പോകാൻ പറ്റിയ ചെലവുള്ളൂ. എനിക്ക് ഈ കൊടിയിൽ വേറൊരു ആശയം പറഞ്ഞോട്ടെ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളെ പേരെല്ലാം അടിച്ചിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് കുറേ ജൈവികളില്ലേ എന്ന് വെച്ചാൽ ജോയിന്റ് വെഞ്ചർ കമ്പനികൾ, ബോഗർ ടെക്നോളജി. ഇപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ ഒരു കുറച്ച് കുട പ്രിന്റ് ചെയ്ത് തന്നാലും നിങ്ങൾ ഇത് സ്വീകരിക്കുമോ? അടിപൊളി. അപ്പൊ അവരുടെ ബ്രാൻഡിലായിരിക്കും കേട്ടോ. അപ്പൊ ഒരു പബ്ലിസിറ്റിയും കൂടിയാണ് ഇത്, ഒരു ചാരിറ്റിയാണ്, ഒരു സർവീസാണ്. അതോടൊപ്പം തന്നെ ഏത് കമ്പനി വന്നിട്ട് ഒരു 5 കുട അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം തിരക്ക് കൂടുന്നതിനനുസരിച്ച് കുടേന്റെ എണ്ണം ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പോയി പള്ളിയിൽ തിരക്ക് വരുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ലോ കോളേജിൽ നിന്നോ അങ്ങോട്ട് പോകാൻ എന്ത് പറ്റില്ല, കുട തികയില്ല. അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ കുട ആവശ്യം. അപ്പൊ ഇപ്പൊ 50 ഇപ്പൊ കൂട്ടാൻ പോവാണ്. ഏതെങ്കിലും കമ്പനി സ്പോൺസർ ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ അതിനകത്ത് വെക്കും. അതും പിന്നെ വേറൊരു ആശയം കൂടി ഉണ്ട്, നമുക്ക് കുറച്ച് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യണം. തീർച്ചയായിട്ടും ഹെൽത്ത് വരുന്നവരൊക്കെ ഇത് ക്യാമ്പസ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ സൈക്കിൾ യൂസ് ചെയ്യട്ടെ, ഫ്രീ ആയിട്ട്. അതേ പർപ്പസ്, അതേ കൺസെപ്റ്റിൽ എല്ലാ പോയിന്റിലും ഒരു 2-3 സൈക്കിൾ നമ്മൾ വെക്കും. സൈക്കിള് ഫ്രീ ആയിട്ട്, കാരണം പല സിറ്റികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിളിന് വേണ്ടി ഒരു പ്രത്യേക പാത്ത് എന്ന പോലെ നോളജ് സിറ്റിയുടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ കൺസെപ്റ്റ് പരിപാടി കാണലുണ്ടല്ലേ? ശരി, പേരെന്താ? അമീർ. ഇവിടെ നിന്ന് റെക്കോർഡിംഗ് ഉണ്ട്. ഒരുപാട് പ്രേക്ഷകരാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ. മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിലാണ്, അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലായി. പലരും ഇവിടെ അങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതാ.
അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ എത്ര ഇങ്ങനത്തെ കൊട കൗണ്ടർ ഉണ്ട്? രണ്ട് ഗേറ്റിലും നമ്മുടെ കൗണ്ടറുണ്ട്. ഇവിടെ വരുന്ന കുറേ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ സൗജന്യ സർവീസാണ് നിങ്ങളിപ്പോൾ ഈ മെഹ്റാസ് വഴി പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ല, ഇത് നമ്മൾ ചാരിറ്റിയാണ്. ആളുകൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ആളുകൾക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളും. മറ്റുള്ള പല ഹോസ്പിറ്റലിലും നമുക്കറിയാം ഒരുപാട് ബില്ലാണ്, അതും ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കേണ്ടി വരികയാണ്. ഇതിപ്പോൾ ഒരു പാർട്ടി ഇടുന്ന കംപ്ലൈന്റ് വന്നാൽ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ, അവർ വെച്ചിട്ട് പോകുന്നത്. അവർ വെച്ച് പോകാൻ ഞങ്ങളത് മെയിൻ്റെനൻസ് ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഉണ്ട് അല്ലേ? വലൈക്കും സ്ലാം. നല്ല വിശേഷം. നിങ്ങളുടെ പേരെന്താ? ഇസ്മായിൽ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കൂടെ ഉണ്ട്. ഇതിലുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ടോ ആവശ്യം കഴിഞ്ഞിട്ടോ തിരിച്ചു പോകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ അല്ല, ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്യാമ്പസിലൊക്കെ നടന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അവിടെ പള്ളിയിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാം, പുറത്ത് നിങ്ങളെ കമ്പനി പോകുമ്പോൾ അവിടെ വെക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനുള്ളിൽ എല്ലാ കമ്പനികൾക്കും ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇപ്പോൾ നോളജ് സിറ്റിയുടെ വേറൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ ഹോഗർ കമ്പനിയിലാണ് ഇപ്പോൾ എല്ലായിടത്തും വെക്കാം. ഇപ്പോൾ ഇവിടെ മാത്രമല്ല കുട ഇട്ടാൽ വെയിലിലും കുട ചൂടാം. അല്ല, മഴ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും വെയിലുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുട ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ നല്ലൊരു സൗകര്യമല്ലേ, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ചൂട് വണ്ടിയിൽ കണ്ട് ആക്കി കൊടുക്കാനൊക്കെ നല്ലൊരു കുട. പിന്നെ നനഞ്ഞ കുടയൊന്നും ആക്കി കയറ്റേണ്ട, അവിടെ അങ്ങനെ വെക്കുക. അതുകൊണ്ടൊക്കെ ഒരു ഗുണമുണ്ട്. ഇതിലുണ്ടിട്ടപ്പോൾ കുറേ ഉണ്ട്, ഇതിലുണ്ട് അല്ലേ? ബാക്കി വിശദവിവരങ്ങൾ നമുക്ക് അടുത്ത സർവീസ് മെഹ്റാസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരുപാട് സൗജന്യ സർവീസുകളുണ്ട്. ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഒരുപാട് കുടുംബത്തിന് വന്ന് സൗജന്യമായ കുറേ ചികിത്സകൾ, അവർക്ക് വേണ്ട കൺസൾട്ടൻസി, അവർക്ക് വേണ്ട മറ്റു ഗൈഡൻസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക. അടുത്ത ഒരു പ്രോഗ്രാമിലൂടെ അറിയിക്കാം.